ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ svlog. നമുക്കിന്നൊരു അടിപൊളി ഇലൂഷനാണ് ഡ്രോയിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ സാധാരണ വൈറ്റ് പേപ്പറിലായിട്ടാണ് ചെയ്തിരുന്നത്. ഇന്ന് നമുക്ക് സ്ക്രാച്ച് പേപ്പറിൽ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ 239 രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത്. 10 പേജസുള്ള ഒരു സ്ക്രാച്ച് ബുക്കാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ വരയ്ക്കാനായിട്ട് ഇതുപോലെ പെൻസിൽ പോലത്തെ ഒരു സംഭവം കൂടി കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഡ്രോയിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. സെൻറ്ററിലായിട്ട് തന്നെ വേണമെന്നില്ല, ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ സ്കെയിൽ വെച്ചിട്ട് നമ്മളതിൻ്റെ 4 സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് സ്ക്രാച്ച് പേപ്പറിലായിട്ട് ഒരു ഇലൂഷനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയായിരിക്കും എന്നൊക്കെ കാണാനായിട്ടൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ പാറ്റേൺ വരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ആ ഒരു പേജിൽ നമുക്ക് 4 പാർട്ടായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഓരോ പാർട്ടിലും എന്താ വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് വരച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഫ്ലവേഴ്സിൻ്റെ പെറ്റലൊക്കെ വരച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിൽ വരച്ചു കൊടുക്കുക. പിന്നെ ഇടയിലായിട്ട് ചെറിയ ചെറിയ ഗ്യാപ്പ് വരുമല്ലോ, അവിടെ ആയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക കേട്ടോ. അങ്ങനെ നമുക്ക് ഈ സെയിം പാറ്റേൺ തന്നെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കണം. അത് കഴിഞ്ഞ് വേറൊരു പാറ്റേൺ വെച്ചിട്ട് നമ്മളതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വരയ്ക്കുമ്പോൾ റെയിൻബോ കളറൊക്കെ വരുന്നത് കാണാൻ ശരിക്കും നല്ല ഭംഗിയാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു പാറ്റേണാണ് വരച്ചു കൊടുത്തത്. പക്ഷേ അതിൻ്റെ ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ട് കിട്ടി കേട്ടോ. അങ്ങനെ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ പാറ്റേൺ വരച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെയാണ് കിട്ടുക. ഇനി നേരത്തെ പറഞ്ഞ രീതിയിൽ വേറൊരു പാറ്റേൺ വെച്ചിട്ട് നമ്മളതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സിൻ്റെ പെറ്റലിൻ്റെ രീതിയിൽ വരച്ച് കൊടുത്തെന്ന് പറഞ്ഞില്ലേ, അവിടെ ആയിട്ട് ഇതുപോലെ ഒരു സൈഡിൽ നിന്നായിട്ട് ഒരു പോയിൻറ്റിൽ നിന്ന് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നതിലും നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവും. പിന്നെ ഏത് സൈഡിലെ പോയിൻറ്റിൽ നിന്നാണോ തുടങ്ങിയത് അവിടെ നിന്ന് തന്നെ കംപ്ലീറ്റ് നമ്മൾ വരച്ചെടുക്കണം കേട്ടോ. അത് ഈ ഒരു ഭാഗത്തെ മാത്രമല്ല, കംപ്ലീറ്റ് ആ 4 ഭാഗം ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ വരച്ചെടുക്കേണ്ടത്. അങ്ങനെ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇടയിലായിട്ട് ചെറിയ ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെ ആയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണാനായിട്ട് എന്തോ അത്ര ഭംഗി തോന്നിയില്ല. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്തൊന്നും ഞാൻ അതുപോലെ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ ഇതുപോലത്തെ 4 ഭാഗങ്ങളാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത പാർട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. നേരത്തെ ചെയ്ത രീതിയിൽ ആ സെയിം പാറ്റേൺ തന്നെയാണ് എടുക്കണേ. ഇതുപോലെ ആ ഒരു സ്ക്രാച്ച് പേപ്പർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല ടൈം എടുത്താണ് നമ്മൾ ഓരോ ഇലൂഷൻ ആ ഡ്രോയിങ്ങും കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷേ അത് ചെയ്യാനായിട്ട് നല്ല രസമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ക്ഷമ കൂടി വേണം. പിന്നെ ഈ ഒരു ആർട്ട് വർക്ക് ആണെങ്കിലും നമുക്ക് ഫ്രെയിം ചെയ്ത് വയ്ക്കാനായിട്ടും പറ്റും. അപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു അടിപൊളി വാൾ ഡെക്കറായിട്ട് കൂടി യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ പാർട്ടിലും ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 2 ഭാഗത്തുകൂടി അങ്ങനെ ഒന്ന് വരച്ചെടുക്കുകയാണ്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് കിട്ടിയേക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. ഇനി അടുത്ത ദിവസം നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.